എത്ര പറഞ്ഞാലും ചെന്ന് വീഴുന്നത് സിറ്റുവേഷൻഷിപ്പുകളിലാണ് പലരും. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനും ഒക്കെ ഉണ്ടായിരിക്കും. ഇല്ലാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി, ഡെഫിനിഷൻ, ഒരു ലേബൽ, ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്ങോട്ടേക്കാണ് ഈ ഒരു പോക്ക് എന്ന്. എന്നാൽ ഒരുമിക്കില്ല എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ലാതെ ഒരു റിലേഷൻഷിപ്പിനെ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എൻജോയ് ചെയ്യുന്നതിനെയാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി വളരെയധികം ലോയൽ ആണ്, ഒത്തിരി കമ്മിറ്റഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിലാണ് അവിടെ കഥ മാറാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് സിറ്റുവേഷൻഷിപ്പുകൾ സംഭവിക്കുന്നത്? ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആക്കണം. ബൗണ്ടറീസ് തുറന്നു തന്നെ പറയണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ നീഡ് എന്താണോ അത് തുറന്നു പറയുക. ഒരു ഇമോഷണലി നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് മതിയാക്കാനുള്ള ഒരു ക്ഷമതയും നമുക്കുണ്ടാകണം. എത്ര പറഞ്ഞാലും സിറ്റുവേഷൻഷിപ്പുകളിലേക്ക് ചെന്നെത്തുകയും അതിനുശേഷം അതിനെ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുകയും ചെയ്താൽ അത് വല്ലാതെ ബുദ്ധിമുട്ടാകും പിന്നീട്.